തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ട ആക്രമണം. മകനെയും അച്ഛനെയും നടുറോഡിൽ വെച്ച് തല്ലിച്ചതയ്ക്കുകയായിരുന്നു. BSNL ഉദ്യോഗസ്ഥൻ രാജേഷിനും മകൻ അഭിനവിനുമാണ് മർദ്ദനമേറ്റത്. തകരപ്പറമ്പ് കുട്ടൻ എന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? ഈ ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ്? പോലീസിന്റെ ഇടപെടലുണ്ടോ? വലിയ ക്രൂരതയാണ് ശ്രീകണ്ഠേശ്വരത്ത് താമസിക്കുന്ന രാജേഷിനും മകൻ അഭിനവിനും നേരെ ഉണ്ടായത്. രാത്രി 8:30 മണിയോട് കൂടിയാണ് ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായത്. ട്യൂഷൻ കഴിഞ്ഞ് അഭിനവിനെ തിരിച്ചു വിളിക്കാൻ പോയതാണ് പിതാവ് രാജേഷ്. അവരുടെ അവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാം. കട്ടിലിൽ നിന്ന് പോലും എഴുന്നേക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രയധികം ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. കൈ ഒടിഞ്ഞിട്ടുണ്ട്. അഭിനവിന്റെ തോള് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം രാജേഷിന്റെ കൈക്കും വിരലുകൾക്കുമെല്ലാം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. എന്താണ് ചേട്ടാ ഉണ്ടായത്? ഇന്നലെ ഒരു രാത്രി 8:30 മണിയോടുകൂടി മോനെ ട്യൂഷന് വിളിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ അരിക്കട മുടിക്കിൻ്റെ അവിടെ 2 കാറ് ബ്ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഹോണടിച്ചിട്ട് വണ്ടി ഒന്ന് മാറ്റി തരാമെന്ന് ചോദിച്ചപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഞാൻ പിന്നെ അവർ സംസാരിച്ചോണ്ട് ഞാൻ പിന്നെ ഹോണടിച്ച് ഞാൻ പറഞ്ഞു വണ്ടി ഒന്ന് മാറ്റി തരാമെന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയല്ലാടാന്ന് ചോദിച്ചുകൊണ്ട് അതിൽ ഒരുത്ത ഓടിക്കൊണ്ട് വന്നിട്ട് എന്നെ ഇടിച്ച് തള്ളിയിട്ട് ഇടിക്കുന്ന ഇടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഗുണ്ടകളുടെ ആ ഒരു ആക്രമണ രീതി ആയതുകൊണ്ട് എന്നെ തല ഇറങ്ങി ഇടിച്ച് നല്ല എൻ്റെ ബാക്കിൽ ഇടിച്ച് ഇങ്ങനെ നിന്ന്. അപ്പം ഞാൻ ഓടി അടുത്തുള്ള ഹോട്ടലിൽ ചെന്നിട്ട് അവിടുത്തെ ജീവനക്കാരെ വിളിച്ചുകൊണ്ട് വന്ന വഴിയാണ് ആൾക്കാർ പറഞ്ഞ് എൻ്റെ മകനെ കുഞ്ഞിനെ അവിടെ ഇട്ട് അടിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഇവനെ തലയിലിട്ട് ചവിട്ടുന്ന കണ്ടു. അപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ട് ആ അടിച്ചവൻ ഓടുകയും ഈ തകരപ്പറമ്പ് കുട്ടനെന്ന് പറഞ്ഞ ആ ഗുണ്ട അവിടെ നിന്നുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് തകരപ്പറമ്പ് കുട്ടനാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് അടുക്കാൻ ഒരു മടിയായിരുന്നു. ഇയാൾ അവിടുന്ന് അട്ടഹാസവും കാണിച്ച് ആ റോഡ് നടന്നു പോയി ആ വളവിൽ വെച്ച് വീണ്ടും നാട്ടുകാർ പയ്യന്മാരെല്ലാം ഓട്ടിച്ചിട്ട് പിടിക്കുന്ന രീതി നില്ല അവിടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയപ്പോഴും അയാൾ ഭയങ്കര അട്ടഹാസം വിളിയടാ എല്ലാവരും വിളിയടാന്നൊക്കെ പറഞ്ഞ് നിന്നിട്ടുള്ള പോലീസ് വന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് നാട്ടുകാരും പോലീസും ഞാനും എല്ലാം പോയ സമയത്താണ് ഇയാൾ അവിടുന്ന് വളരെ കൂളായിട്ട് ശ്രീകണ്ഠേശ്വരം വളഞ്ഞ് ഏതോ ഒരു മുഴുക്ക് വഴി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പോലീസിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അത്ര ഭീകര അന്തരീക്ഷമായിരുന്നു അവിടെ. പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ടോ? ഇപ്പൊ അവരുടെ ഒരു സമീപനം എന്താണ്? പോലീസിന് ഇന്നലെ തന്നെ പരാതി പഠിച്ച് മഞ്ചൂർ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറയണം. ഇന്ന് രാവിലെ SI വിളിച്ച് വൈഫിനോട് കുറച്ച് മുമ്പേ വിളിച്ച് ചോദിക്കുന്നത് കേട്ടു ഇത് കേസുണ്ടോ എന്ന്. ഇതാണ് ചോദിക്കുന്നത്. എൻ്റെ ഒരു കുഞ്ഞിനെ നടുറോടിയിട്ട് എന്നെ അടിച്ചത് പോട്ട് കുഞ്ഞിനെ 16 വയസ്സ് കഴിഞ്ഞ കുഞ്ഞിനെ നടുറോടിയിട്ട് ചവിട്ടി ഗുണ്ടകൾ ആക്രമിച്ചിട്ട് കേസുണ്ടോ എന്ന് ചോദിക്കുന്ന രീതി ശരിയാണോ? അത് രതീഷ്, അതിഗുരുതരമായ ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും വിളിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക്. അങ്ങനെയെങ്കിൽ അത് ശരിയായ ഒരു കാര്യമാണോ എന്ന് ആഭ്യന്തര വകുപ്പ് അടക്കം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തായാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായത്. അവരുടെ സ്ഥിതി തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ആശുപത്രിയിലൊക്കെ പോയതിനു ശേഷം വീട്ടിൽ വന്ന് കിടപ്പിലാണ് അച്ഛനും മകനും. തോള് കുഴ തെറ്റിയ നിലയിലാണ് അഭിനയം ഉള്ളത്. എന്താ മോൻ അവിടുന്ന് രക്ഷപ്പെടാനൊന്നും പറ്റിയില്ല? എന്താ സംഭവിച്ചത്? എന്നെ വേഗം അച്ഛൻ തള്ളിയിടുന്ന കണ്ടവിട്ട് ഞാൻ സഹായിക്കാൻ പോയി. വേഗം എന്നെ എടുത്ത് ഇടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും വേഗം വേറൊരുത്തനും കൂടെ വന്ന് എന്നെ തള്ളിയിട്ട് 2 പേരും കൂടെ ചേർന്ന് ഒരാൾ എൻ്റെ കൈ പിടിച്ചു വെച്ചിട്ട് മറ്റാളാണെങ്കിൽ എൻ്റെ മോന്തക്കിട്ട് ചവിട്ടുമായിരുന്നു. അങ്ങനെ കുറെ ഇടിയൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ നീരുണ്ട് മൊത്തം. പഠിക്കുകയാണോ? എത്രല്ല പഠിക്കുന്നത്? ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ ട്യൂഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴാണ് തിരിച്ചു വരുന്ന വരികയാണ്. ഈ കണ്ടവരെയൊക്കെ തിരിച്ചറിയാം? അങ്ങനെ ഇതുവരായിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ വണ്ടി മാറ്റാൻ പറഞ്ഞത് മാത്രമാണോ ഒരു പ്രകോപനം? ഉള്ളൂ. ആ വണ്ടി ഹോൺ അടിച്ച് ആ ഹോൺ അടിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഭയങ്കര മദ്യലഹരിയിലായിരുന്നു. രണ്ടുപേരും നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഹോണിന് ഞാൻ രണ്ടാമത് ഇവർ എടുക്കാത്തതുകൊണ്ട് ഹോൺ ഇങ്ങനെ നിർത്താതെ അടിച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നടാ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയില്ലാടാന്ന് പറഞ്ഞിട്ട് വളരെ കൂടുതലായിട്ട് അടുത്ത് വന്നിട്ട് ഒറ്റ ഇടി ഇടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇടിച്ചിട്ട് അടുത്ത ഇടികളൊക്കെ കിട്ടിയതെല്ലാം ഒരു കൊലപാതകത്തിന്റെ രീതിയിലുള്ള ഇടിയായിരുന്നു. മൃഗീയമായി ഞാൻ സോറി എന്ന് പറഞ്ഞിട്ട് പോലും സമ്മതിച്ചില്ല. ആ രീതിയിലുള്ള ആക്രമണമായിരുന്നു. എന്നിട്ട് അതിനുശേഷം ഈ നാട്ടുകാരൊക്കെ വന്നാണോ രക്ഷപ്പെടുത്തിയത്? അതോ പോലീസിനെ ആരാണ് അറിയിച്ചത്? എല്ലാ നാട്ടുകാരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയമായിരുന്നു. ഇവർ അങ്ങനത്തെ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു അവിടെ സൃഷ്ടിച്ചത്. ആ നാട്ടുകാരും നല്ല പയ്യന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇയാളെ അറിയാം. ഇയാളൊരു ഗുണ്ടയാണെന്ന്, ഇയാളുടെ അടുത്ത് ഇടപെട്ടാൽ ശരിയാവൂല എന്നും. പലരും പറയുന്ന ഇയാളുടെ ഒന്നും ടൂൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, നിങ്ങൾക്ക് നിങ്ങൾ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടതെന്ന് വേണം പറയാനെന്ന്.
ഒരു കാര്യം കൂടിയുണ്ട്. ഈ ആക്രമണത്തിന് ശേഷം ഈ പ്രതികൾ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിന് താഴെയൊക്കെ വന്നിരുന്നു. അത് ആക്രോശിച്ചുകൊണ്ട് കൊലവിളി മുഴക്കിക്കൊണ്ട് വരുന്ന ദൃശ്യങ്ങളൊക്കെ CCTV-ൽ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യ കൂടി ചേരുന്നുണ്ട്. പോലീസിൽ നിന്ന് എന്താ ഇപ്പൊ പറഞ്ഞു? രാവിലെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു. കൊച്ചിനെ അടിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അമ്മയോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എന്ത് പരാതി ഇല്ലാത്ത എന്താന്ന് ചോദിച്ചു. അപ്പൊ അല്ല, ഞങ്ങൾ വന്നാൽ നിങ്ങൾ പരാതി ഉണ്ടെന്ന് പറയൂ. ഞാൻ പിന്നെ പരാതിയില്ലേ, ഞങ്ങളിവിടെ താമസിക്കുന്നതാണ്, ഞങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ താമസിക്കുന്നത്, ഞങ്ങൾക്ക് പിന്നെ പരാതി ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇതുവരെ എന്തായാലും വന്നിട്ടില്ല. ഈ ഗുണ്ടകൾ കൊലവിളി മുഴക്കിക്കൊണ്ട് ഈ ഫ്ളാറ്റിന് മുന്നിലൊക്കെ വന്നിരുന്നു. ഇതിന്റെ ഫ്രണ്ടിൽ കൂടി അങ്ങോട്ട് പോകുന്നു. അപ്പൊ എനിക്ക് അപ്പോഴും ഞാൻ ഫ്രണ്ടിൽ ഇറങ്ങി നിന്ന് ഹസ്ബൻഡിനെ അടിച്ചു, മകനെ അടിച്ചു എന്ന് പറഞ്ഞപ്പോ ഇവരാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഫ്രണ്ടിൽ നിന്നപ്പോ എന്തൊരു ബഹളമായിരുന്നു. ഇവിടെ മൊത്തം അടിച്ച് തകർത്തിട്ടിട്ടാ പോയത്. അവിടെ മൊത്തം. ഏത് പോലീസുകാരനെ വിളിച്ചതോ അങ്ങനെ എന്തെങ്കിലും അറിയാമോ? ഇങ്ങനെ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച് വിളിച്ചത്? SI ആണെന്ന് എന്നോട് പറഞ്ഞ, വഞ്ചൂർ SI ആണ്. അങ്ങനെ ഇത്രയധികം ഗുരുതരമായി പരിക്കേറ്റ് ഇങ്ങനെ കിടക്കുമ്പോഴും ഈ പോലീസ് വന്ന് അവരുടെ അവസ്ഥയൊക്കെ കണ്ടതാണ്, നാട്ടുകാരൊക്കെ പറഞ്ഞു കേട്ടതാണ്. എന്നിട്ടും വിളിച്ച് പരാതി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പോലീസിന്റെ ആ ഒരു പ്രവർത്തനം അത് ദുരൂഹമാണ്. ഏതായാലും അതിലെല്ലാം ഇനി കൃത്യമായിട്ടുള്ള അന്വേഷണമുണ്ട്. ഏതായാലും പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണല്ലോ തീരുമാനം. പ്രത്യേകിച്ച് എനിക്ക് എന്റെ മോന് കിട്ടിയത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അവൻ ഇന്നലെ രാത്രി ഉറക്കത്തിൽ പിച്ചുമ്പയും പറയുമായിരുന്നു. അത്രത്തോളം അവന് ഭീകരമായിട്ടുള്ള ഒരു ഇതിലായിരുന്നു. അവൻ പേടിച്ചു പോയി. അച്ഛനെ കൊല്ലൂന്നൊക്കെ പേടിച്ചു പോയി അവൻ. അതുകൊണ്ട് പരാതിയുമായിട്ട് ഇത് ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് പരാതിയുമായി മുന്നോട്ട് പോകാനാണ്. ഏതായാലും കൃത്യമായ ഒരു അന്വേഷണം ആ തലത്തിലെല്ലാം തന്നെ നടക്കണം. ഈ പ്രതികൾ രക്ഷപ്പെട്ടുകൂടാ. അത്രയധികം വലിയൊരു ആക്രമണമാണ് ഈ കുടുംബം ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീതിപൂർവമായ ഒരു സമീപനം ഉണ്ടാകും. വളരെ ഗൗരവതരമായ ആരോപണമാണല്ലോ. ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഉൾപ്പെടെ മർദ്ദിച്ചിട്ട് പരാതി ഉണ്ടോ എന്ന് പോലീസ് SI വിളിച്ചു ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതീവ ഗൗരവതരമായ ഒരു സാഹചര്യമാണല്ലോ. അങ്ങനെയല്ലോ പോലീസിംഗ് ഉണ്ടാകേണ്ടത്. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ ഗുണ്ട രക്ഷപ്പെട്ടു പോയത് എന്ന് പറയുന്നു. പിടികൂടാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, ഇവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് ഭീഷണി മുഴക്കുകയും അവിടെയും അക്രമം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ടും പോലീസ് ഇതുവരെയും ഇവിടെ എത്തിയിട്ടില്ലേ? പോലീസ് ഇതുവരെയും ഏതായാലും എത്തിയിട്ടില്ല. കാരണം ശ്രീകണ്ഠേശ്വരത്തിന്റെ ഈ ഭാഗം നമുക്കറിയാം. ശ്രീകണ്ഠേശ്വരം അമ്പലം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ അമ്പലമാണ്. അതിന് തൊട്ട് ചേർന്നിരിക്കുന്ന ഫ്ളാറ്റിലാണ് ഇവർ കഴിയുന്നത്. ഇതിന് തൊട്ട് ഏതാണ്ട് ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല. അവിടെയാണ് ഈ ആക്രമണം നടന്നത്. ഈ പോലീസ് എത്തുന്ന സമയത്ത് ആ പ്രതികൾ ആ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായി അവരെ പിടികൂടാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് അവരുടെ വാക്കിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? പോലീസിന് മുന്നിൽ കൂടെയാണ് ഈ പ്രതി രക്ഷപ്പെട്ടത്. അപ്പൊ ആ പ്രതിയെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു പെട്ടെന്നുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. കാരണം നാട്ടുകാരും പോലീസും കൂടെയാണ് അയാളെ പിറകെ പോയത്. അയാളെ രക്ഷപ്പെടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചു കൊടുത്തത്. ഇത്രയും പോലീസ് ടീം അവിടെ ഉണ്ടായിരുന്നു. അയാളെ പിടിക്കാമായിരുന്നു ആ സമയത്ത്. എത്ര പേരുണ്ടായിരുന്നു അവർ ഈ സംഘത്തിൽ? 2 പേരായിരുന്നു. 2 പേരാണ് നിങ്ങളെ മർദ്ദിച്ചത്? 2 പേരാണ് മർദ്ദിച്ചത്. മോനെ, എങ്ങനെയാ പരിക്ക്? ഇപ്പൊ എങ്ങനെയാണ് ഒരു സ്ഥിതി? ശരീരത്തിന്റെ ഒരു അവസ്ഥ എന്താ? നല്ല വേദനയുണ്ട്. ദേഹം നേരെ അനക്കാൻ പറ്റണില്ല. കഴുത്തിലും തോളത്തൊക്കെ നീരുണ്ട്. തലയിലൂടെ നെറ്റി ഇതൊക്കെ കറുത്ത പാടുണ്ട്. അവരാണെങ്കിൽ ഒരാൾ കൈ പിടിച്ച് വെച്ച് ചവിട്ടി തന്നു, മറ്റാൾ ഇടിക്കുകയൊക്കെ ചെയ്തു. കുറെ ഹെൽമെറ്റൊക്കെ എടുത്തെറിഞ്ഞു, കുപ്പി എടുത്തെറിഞ്ഞു. ഈ ആയുധം വല്ല ഉപയോഗിച്ച് അടിക്കുകയോ അല്ലെങ്കിൽ കല്ലോ ഹെൽമെറ്റോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ആ 2 എടുത്ത് ദേഹത്തെറിഞ്ഞു തന്നായിരുന്നു. അത് പിന്നെ ഇടിച്ചത് കൈ വെച്ചാണ്. കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടല്ലേ? നല്ല രീതിയിൽ മുറിവുണ്ട്. കൈ അനക്കാൻ പറ്റുള്ള ഒരു ഇത് കഴിഞ്ഞ് ആകെ ഈ വിരലും ഇതൊക്കെ അനക്കാൻ പറ്റുന്നുണ്ട്. ആശുപത്രി പോയിരുന്നു? ആശുപത്രിയിൽ ഇന്നലെ എവിടെയാ പോയത്? പോലീസാണോ കൊണ്ടുപോയത് ആശുപത്രിയിൽ? പോലീസല്ല, ആൾക്കാരാണ് കൊണ്ടുപോയത്. ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. ആദ്യം SP ഫോർട്ടായിരുന്നു, പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. പോലീസ് വന്നപ്പോഴത്തേന് ഈ ആശുപത്രി പോകണമെന്നോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഒരു കൊണ്ടുപോയതൊന്നുമില്ല? പോലീസ് തന്നെയാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കാണിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. അവർ SP ഫോർട്ടിലാണ് പോകാൻ പറഞ്ഞത്. അതല്ല, നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പോയത്. അവിടുന്ന് ഫോർട്ട് ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജ് വിടുകയാണ് ചെയ്തത്. ഇപ്പൊ കൈക്ക് പൊട്ടലാണോ? പൊട്ടലാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ പോയപ്പോഴാണ് എന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു. എന്റെ മകനെ കുറിച്ചാണ് മെഡിക്കൽ കോളേജിൽ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ബാക്കിലൊക്കെയാണ് എനിക്ക് ഒരുപാട് ഇടി കിട്ടിയത്. ഇടിച്ച് തെറിപ്പിച്ച് വണ്ടി ചവിട്ടി തെറിപ്പിച്ച് ഇവിടെ ബാക്ക് ഇടിച്ചാണ് ഞാൻ വീണത്. അത് കഴിഞ്ഞിട്ട് എന്റെ ഹെൽമെറ്റൊക്കെ ചവിട്ടി തെറിപ്പിക്കുകയാണ് ചെയ്തത്. അവർ വല്ലാത്തൊരു ഇതായിരുന്നു. എന്റെ കണ്ണാടിയൊക്കെ അവരെടുത്തോണ്ട് പോയി. ഒരു വല്ലാത്ത രീതിയിലായിരുന്നു.
ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പരാതിയാണ് പോലീസിനെതിരെ ഉയരുന്നത്. തലസ്ഥാനത്ത് ഗുണ്ടാ ആക്രമണം ഉണ്ടായിരിക്കുന്നു.